അതിർത്തികൾ ഭേദിച്ച് ഭരതനാട്യം കലാകാരൻ സാഹിർ ഹുസൈൻ. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലെ ശ്രീരംഗം രംഗനാഥർ ക്ഷേത്രത്തിന് 600 വജ്രങ്ങൾ കൊണ്ട് അലങ്കരിച്ച ഒറ്റമാണിക്യ കിരീടം അദ്ദേഹം നൽകി. ഇത് വിഷ്ണുവിന്റെ 108 ഭൗമിക വാസസ്ഥലങ്ങളിലൊന്നായ ക്ഷേത്രമാണ്. ബുധനാഴ്ച നടത്തിയ വഴിപാട് ക്ഷേത്രത്തിലെ പ്രധാന പൂജാരി സുന്ദർ ഭട്ടർക്ക് കൈമാറി. 3169 ക്യാരറ്റ് ഭാരമുള്ള ഒറ്റമാണിക്യം കല്ലിൽ നിർമ്മിച്ചതും സ്വർണവും മരതകവും കൊണ്ട് അലങ്കരിച്ചതുമായ കിരീടം ഇത്തരത്തിലുള്ള ആദ്യത്തെ സംഭാവനയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഏകദേശം 200 വർഷമായി ഇത്തരമൊരു കിരീടം ക്ഷേത്രത്തിൽ ആരും തന്നെ സമർപ്പിച്ചിട്ടില്ലെന്ന് ഹുസൈൻ പറഞ്ഞു. കിരീടം മുഴുവനും ഒറ്റമാണിക്യം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ലോകത്തിലെ ആദ്യത്തെ കിരീടമാണ് ഇത്തരത്തിലുള്ളത്. 600-ലധികം വജ്രങ്ങളും മുകളിൽ ഒരു മരതക കല്ലും അതിനെ അലങ്കരിക്കുന്നുവെന്ന് അദ്ദേഹം വിശദീകരിച്ചു. മുഖ്യ പുരോഹിതൻ മുരളി ഭട്ടറുമൊത്ത് അരങ്ങനാഥരുടെ സന്നിധിയിൽ നടത്തിയ പ്രാർത്ഥനയിലാണ് ഈ വഴിപാടിന്റെ ആശയം തനിക്ക് തോന്നിയതെന്ന് ഹുസൈൻ വെളിപ്പെടുത്തി. 8 വർഷത്തെ പ്രക്രിയയ്ക്കൊടുവിലാണ് കരകൗശല വിദഗ്ധൻ ഗോപാൽ ദാസ് ഈ കിരീടം തയ്യാറാക്കിയത്. രാജസ്ഥാനിൽ നിന്നാണ് കല്ല് കണ്ടെത്തിയത്. ശരിയായ മാണിക്യം കണ്ടെത്താൻ തന്നെ 3 വർഷമെടുത്തു. പണിക്കിടെ കല്ല് പൊട്ടിയാൽ മുഴുവൻ ചെലവും താൻ തന്നെ വഹിക്കണമെന്ന് ഗ്രൈൻഡിംഗ് സംഘം പറഞ്ഞിരുന്നു. ഇത് ഏറെ അപകടം പിടിച്ചതായിരുന്നു. പക്ഷേ എല്ലാം നന്നായി നടന്നുവെന്നും ഹുസൈൻ കൂട്ടിച്ചേർത്തു. വർഷങ്ങളോളം തൻ്റെ പ്രകടനങ്ങളിൽ നിന്നുള്ള സമ്പാദ്യം പദ്ധതിക്ക് വേണ്ടി ഹുസൈൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും കിരീടത്തിന്റെ വില എത്രയാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല. മതപരമായിട്ടുള്ള ഏതെങ്കിലും ബന്ധത്തെ നിരാകരിച്ചുകൊണ്ട് തൻ്റെ ഈ പ്രവൃത്തി പൂർണ്ണമായും ഭക്തിയാൽ നയിക്കപ്പെട്ടതാണെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. ആണ്ടാളിനൊപ്പം രംഗനാഥർ എനിക്ക് പ്രധാന ദൈവമാണ്. എൻ്റെ വഴിപാടുമായി മതത്തിന് ഒരു ബന്ധവുമില്ല. എനിക്ക് മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ എന്നിങ്ങനെ വേർതിരിവില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.